എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നമ്മുടെ ഇഫാനെയാണ് കേട്ടോ. ഇഫാന്റെ ഹൈസ്കൂൾ കാലഘട്ടമാണ്. ഇതേ സമയം അവൾ അച്ഛന്റെ കൂടെ വണ്ടിമെന്ന് ഇറങ്ങിയിട്ട് ധൃതിപ്പെട്ട് സ്കൂളിലേക്ക് ഓടുന്നതാണ് കാണുന്നത്. അവൾ നന്നായിട്ട് ലേറ്റ് ആയിട്ട് ഫസ്റ്റ് ഡേ ആണ് സ്കൂളിന്റെ. ഇതേ സമയം അവള് കോമ്പൗണ്ട് മൊത്തം ക്ലാസ് എവിടെയാന്ന് തപ്പി നടക്കായിരിക്കും. ഇതേ സമയം അവൾ അവിടെ ഒരു ചെക്കനെ കാണും. ആ പയ്യൻ ഒരു സീനിയർ ആണെന്നാണ് ഇഫ വിചാരിക്കുക. കാരണം അവൻ ഒരു ഇതുമില്ലാണ്ട് അവിടുന്ന് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ അവനോട് ചോദിക്കും സീനിയറെ. അവൾ അവളുടെ ക്ലാസ് പറഞ്ഞിട്ട് ഈ ക്ലാസ് എവിടെയാന്ന് അറിയുമെന്ന് ചോദിക്കും. ഇതേ സമയം അവനൊന്ന് ഞെട്ടിയിട്ട് അവളെടുത്ത് ക്ലാസ് എവിടെയാന്ന് പറഞ്ഞു കൊടുക്കും. ഇതേ സമയം അവൾക്ക് എന്നിട്ട് മനസ്സിലാവില്ല. എന്നിട്ട് പിന്നെ അവൾ ഇങ്ങനെ തപ്പി തപ്പി നടക്കായിരിക്കും. ഇതേ സമയം ലാസ്റ്റ് അവൾ ക്ലാസ് കണ്ടുപിടിക്കും. അപ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി ഉണ്ടാവും. ആ സമയത്ത് സാർ അവളോട് ചോദിക്കുന്നുണ്ട് നീയാണോ സാങ് എന്ന്. അപ്പോൾ അവൾ പറയും അല്ല സാറേ ഞാൻ ഇഫാനാണ് എന്ന് പറയും. ഇതേ സമയം അവളുടെ ബാക്കിൽ സാങ് വന്ന് നിന്നിട്ട് പറയും ഞാനാണ് സാറേ സാങ് എന്ന്. ഈ സമയത്താണ് ഇഫാന് മനസ്സിലാവുക ഇവനും ഇവളെ ക്ലാസ്സിലുള്ള ചെക്കനാണെന്ന്. ഇതേ സമയം സാറ് ഇവരോട് രണ്ടുപേരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ഇത്രയും വൈകി, നിങ്ങൾ ഒരുമിച്ചാണോ വന്നതെന്ന്. അതേസമയം ഇഫാൻ പറയുന്നുണ്ട് അല്ലല്ല സാറേ ഞാനിങ്ങനെ ക്ലാസ് കണ്ടുപിടിക്കാൻ വൈകിയതാണ്, അതാ ഞാൻ ഇത്രയും ലേറ്റ് ആയെന്ന്. ഇതേ സമയം സാങ് പറയും സാറേ ഞാൻ അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ അച്ഛൻ ഇതുവരെ ഞാൻ ഹൈസ്കൂൾ എത്താൻ അറിഞ്ഞില്ല, അച്ഛൻ എന്നെ കൊണ്ട് ജൂനിയർ സ്കൂളിലാണ് പോയി ഇറക്കിയെന്ന് പറയും. ഇതേ സമയം ക്ലാസ് മുഴുവൻ ചിരിക്കുന്നുണ്ടാവും. ഇവർ രണ്ടുപേരും വൈകി വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് തന്നെയായിരിക്കും സീറ്റ് കിട്ടുക. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്നിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതും കഴിഞ്ഞിട്ട് പിന്നെ പ്രസന്റ് ടൈമിൽ ഇപ്പോൾ 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഇഫാൻ ആണെങ്കിൽ ഇന്നത്തെ ന്യൂ ഇയർ ഇവന്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി അവൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇതേ സമയം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ഇഫാനെ വിളിക്കുന്നുണ്ട്, നിന്റെ വർക്കൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ നീ എൻ്റെ കൂടെ വാ, അന്ന് പോയ കഫേയിലേക്ക് തന്നെ നമുക്ക് പോകാമെന്നറിയും. ഇതേ സമയം ഇഫാൻ അവിടെ സാങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ട് തന്നെ അവൾ പറയും ഇല്ലല്ല ഞാൻ വരുന്നില്ല എന്ന്. ഫ്രണ്ട് അവളെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടാവും, എന്നാലും ഇഫാൻ വഴങ്ങുന്നുണ്ടാവില്ല. ഇതേ സമയം ഇതെല്ലാം ഇഫാൻ്റെ ബോസ് കാണുന്നുണ്ടാവും. എന്നിട്ട് അവൾ അവളുടെ ഫ്രണ്ടിനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടും. ഇതേ സമയം ഇഫാനെ അവളുടെ ബോസ് വിളിക്കും. അവൾ ബോസിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. ഇതേ സമയം അവളുടെ ബോസ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിന്റെ പ്രശ്നം, നീ എപ്പോഴും ഇങ്ങനെ സാഡ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്, നീ ഇങ്ങനെ സാഡ് ആയി നിൽക്കരുത്, നിന്റെ മനസ്സിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നീ ഒന്നെങ്കിൽ ആരുടെങ്കിലും തുറന്ന് പറയുക, അല്ലെങ്കിൽ നീ അത് മറന്നു കള. എന്തായാലും ഇതൊരു പുതിയ തുടക്കമാണ്, പുതിയൊരു വർഷമാണ്, നീ നിന്റെ സങ്കടങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പുതിയ ലൈഫ് ലീഡ് ചെയ്യാൻ പറയും. ഇതേ സമയം അവളിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ ഒരു ഇയറിൽ ഞാൻ ഫസ്റ്റ് എന്നെ മെസ്സേജ് അയച്ചത് സാങ്ങിനാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവുമെന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സാങ്ങിനെ നോക്കുകയാണെങ്കിലോ അവൻ അവിടെ മുഴുവനും നോക്കുകയാണ് ഇഫാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഇഫാൻ അവിടെ ഇല്ലാന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ സാങ്ങിന് വളരെ സങ്കടമാവും. ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കായിരിക്കും. അതേ സമയം അവൾ അവിടെ വീഴും. ഇതേ സമയം ഹോനെന്ന് പറഞ്ഞൊരു പയ്യനായിരിക്കും നമ്മുടെ ഫ്രണ്ടിനെ കൈ കൊടുക്കുക. അവൻ അവളെ കൈ കൊടുക്കുന്ന സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതേ സമയം അവൻ ചോദിക്കും നീ ഇഫാൻ അല്ലേന്ന്. അപ്പോൾ അവൾ പറയും ഞാൻ ഇഫാൻ അല്ല, അവളുടെ ഫ്രണ്ടാണെന്ന്. അപ്പോൾ അവൻ പറയും എനിക്ക് നിന്നെ അറിയാം, നമ്മളെല്ലാവരും ഒരേ സ്കൂളാണ് പഠിച്ചതെന്ന്. ഇതേ സമയം അവൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹോനും ഇഫാനും സാങ്ങും ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. ഈ ഫ്രണ്ട് വേറൊരു ക്ലാസ്സിലാണെങ്കിലും ഇവരെല്ലാവരും ഒരേ സ്കൂളാണ് പഠിച്ചത്. ഈ സമയത്ത് ഹോന് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്കറിയോ ഈ കഫേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള സാങ്ങിൻ്റെതാണ്, നിനക്ക് സാങ്ങിനെ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ഒരു ഞെട്ടലോടെ നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ സാങ്ങിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളിങ്ങനെ ഇഫാന് മെസ്സേജ് അയക്കുന്നുണ്ട് എടി നിനക്കറിയോ ഈ കഫേ സാങ്ങിൻ്റെതാണ്, നീ ഇത് അറിഞ്ഞിട്ടാണോ ഇവിടേക്ക് വരാണ്ടെന്ന്, അല്ലെങ്കിൽ നീ പറയാണ്ട് നിന്നതാണോ എന്ന് ചോദിക്കും. ഇതേ സമയം ഇതൊക്കെ കേട്ടിട്ടും നമ്മളെ ഇഫാൻ ഒന്നും പറയില്ല. അവൾ അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അവൾ അവളുടെ ബെഡ് എടുത്തിട്ട് ഡോറിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ നീക്കി വെക്കും. കാരണം ആരെങ്കിലും വന്ന് അവളെ ഉപദ്രവിച്ചാലോ അവൾക്ക് പേടിയുണ്ടാവും. അത്രയും സുരക്ഷിതമല്ലാത്ത സ്ഥലത്താണല്ലോ ഇവളിപ്പോൾ നിൽക്കുന്നത്. അടുത്ത ദിവസം തന്നെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇഫാൻ പോകുന്നത് പുതിയൊരു റൂം നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇനി എന്തായാലും അവിടെ നിൽക്കുന്നത് സേഫ് അല്ല നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് രാവിലെ തന്നെ അവളെ റൂം നോക്കാൻ വേണ്ടിയിട്ടാണ് പോവുക. ഇതേ സമയം അവളുടെ റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ അവളുടെ കൊളീഗ് ആയിരിക്കും. ഇതേ സമയം അവൾ അവിടെ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം ബഡ്ജറ്റ് ഓക്കെ ആവുന്ന ഒരു ചെറിയ റൂമായിരിക്കും അവൾ എടുക്കുക. അതോടൊപ്പം അവളുടെ വർക്കിന് പോകാനുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇവിടേക്ക് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. എന്നിട്ട് അവൾ ഈ റൂമിന്റെ റെന്റൊക്കെ പറഞ്ഞ് ഓക്കെ ആവുന്ന സമയത്ത് ഈ ഫ്രണ്ടിനെ ഇവളുടെ എക്സ് വിളിക്കുന്നുണ്ടാവും. ശരിക്കും ഇവർക്ക് ഇപ്പോൾ ഒരു റിലേഷൻ ഉണ്ട്, എന്നാലും അവൾ അവളുടെ എക്സിന്റെ കൂടെയാണ് ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോയത്. ഇതേ സമയം അവൻ ചോദിക്കുന്നുണ്ട് ഫോട്ടോസൊക്കെ എവിടെയെന്ന്. പിന്നെ കാണിക്കുന്ന ഇവർ രണ്ടുപേരും കൂടി പുറത്ത് നിൽക്കുന്നതാണ്. ഇതേ സമയം ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പം ഉള്ള അവളുടെ ബോയ് ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഇഫാൻ ആണെങ്കിൽ ടാക്സി വെയിറ്റ് ചെയ്യാണ്. ഇതേ സമയം ആരാ ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ ഹാൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇഫാൻ്റെയൊക്കെ ക്ലാസ്മേറ്റ്. ഹാൻ ആണ് സീരിയസ്ലി ഈ പറയുന്ന റൂംമേറ്റിൻ്റെ ബോയ് ഫ്രണ്ട്. ഇതേ സമയം ഹാന് ഇഫാനെ കാണുന്ന സമയത്ത് പറയും അവൻ ഇഫാൻ അല്ലേ, ഇനി എനിക്ക് തെറ്റിപ്പോവില്ല, നിന്നെയാന്ന് കരുതി
ഇന്നലെ നിന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിരുന്നു, നീ ആണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയും. ഇതേ സമയം അവൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇഫാനെയും കൂടി അവൻ്റെ കാറിലേക്ക്. അപ്പോൾ അവൾ ഇങ്ങനെ വേണ്ട, ഞാൻ ടാക്സി പോയിക്കോളാം എന്ന് പറയും. ഇവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഈ സമയത്ത് ഇഫാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇവരെ നിർബന്ധിച്ച് അവളെ കാറിലേക്ക് കയറ്റുന്നുണ്ട്. ഇവളാണെങ്കിൽ കാറിൽ കയറി നോക്കുമ്പോൾ ബാക്ക് സീറ്റിൽ ഓൾറെഡി വേറൊരാളുണ്ടാവും. ബട്ട് ആരാണെന്നൊന്നും കാണില്ല, കാരണം അവൻ കോട്ട് കൊണ്ട് അവൻ്റെ മുഖം മറിച്ചിട്ടുണ്ടാവും. ഇതേ സമയം ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ കണ്ണ് തുറക്കുക, ആരാ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നോക്കുക, എടാ നിൻ്റെ ക്രഷ് അതാ നിൻ്റെ അപ്പുറത്തിരിക്കുന്നതെന്ന് പറയും. അവൻ ഇങ്ങനെ കോട്ട് മാറ്റുമ്പോഴാണ് നമ്മൾ കാണുന്നത് അത് സാങ് ആണെന്നുള്ള കാര്യം. രണ്ടുപേരും കാണി ഷോക്കായി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. ഇതേ സമയം ഫ്രണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഷോക്കായി നിൽക്കുന്നത്, അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലേ. ഫ്രണ്ട് ഇങ്ങനെ അവൻ്റെ ലവറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ ക്രഷായിരുന്നു ഇഫാനി, ഇവളെ വളയ്ക്കാൻ വേണ്ടി ഇവൻ കുറേ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. സാങ്ങിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇതേ സമയം അവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിൽ എത്താണ്. സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗെദർ പാർട്ടി ഒരുക്കിയതാണ്. എന്നിട്ട് പിന്നെ കാണുന്ന ഇവരെല്ലാവരും കൂടി റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നതാണ്. ഇതേ സമയം ഇഫാനും സാങ്ങുമാണ് ഒരുമിച്ച് നടന്നു വരിക. ഇതേ സമയം അവിടെ ബാക്കിയുള്ള 2 പയ്യന്മാർ വിചാരിക്കും സാങ്ങിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും ഇഫാൻ എന്ന്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൾ എന്നെ തിരുത്തുന്നുണ്ട്, അല്ല ഞാൻ ഇവരുടെ ക്ലാസ്മേറ്റ് ആണെന്നുള്ള കാര്യം. ആ സമയത്ത് അതിലുള്ള ഒരു പയ്യൻ നമ്മളെ ഇഫാൻ ഇങ്ങനെ വളയ്ക്കാൻ നോക്കുന്ന സമയത്ത് അവനിങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് അത് ഇഷ്ടപ്പെടാണ്ട് സാങ് അവിടുന്ന് അവൻ്റെ കൈ തട്ടിയിട്ട് മുന്നോട്ടങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കാണുന്ന ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതാണ്. ആ സമയത്ത് ഹാന് പറയുന്നുണ്ട്, ഇന്നലെ എന്തൊരു വർക്കായിരുന്നു, ന്യൂ ഇയർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഫേയിൽ നല്ല തിരക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അവൻ്റെ ഗേൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അതെ ഇന്നലെ ഭയങ്കര വർക്കായിരുന്നു, ഇന്നലെ ഓവർ ടൈം ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് ചെയ്തത്. ഇതേ സമയം ഇഫാൻ ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട്, കാരണം ഇന്നലെ ഇവൾ വർക്കിനേ വന്നിട്ടില്ല, അവളുടെ എക്സിൻ്റെ കൂടെ കറങ്ങാൻ പോയതാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഹാന് പറയുന്നുണ്ട്. സംഭവം ഇവരെല്ലാവരും കൂടി ഇന്ന് പാർട്ടി വെച്ചതിന് നാളെ നമ്മുടെ സാങ്ങിൻ്റെ ബർത്ത്ഡേ ആണ്, ഇതും കൂടി അവൻ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാണുന്നത് ഇഫാനും റൂംമേറ്റും കൂടി വാഷ്റൂമിലുള്ളതാണ്. ഇതേ സമയം റൂംമേറ്റ് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ സാങ്ങിനെ റിജക്റ്റ് ചെയ്തത്, അവൻ കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്, പൈസയുണ്ട്, ഹൈറ്റ് ഉണ്ട്, എല്ലാം കൊണ്ട് അടിപൊളിയാണെന്ന് പറയും. ഇതേ സമയം തന്നെ അവൾ പറയുന്നുണ്ട്, എന്നാലും അവനൊരു റഫ് ആൻഡ് ടഫ് ആണ്, അധികം സംസാരിക്കുകയൊന്നുമില്ല എന്ന് തോന്നുന്നു പറയും. എന്നിട്ട് അവളുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, നീ എന്തായാലും പെട്ടെന്ന് തന്നെ ഒരാളുമായിട്ട് കമ്മിറ്റഡ് ആവണം എന്ന് പറയും. ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ ഇഫാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ദേ നിൽക്കുന്ന സാങ് അവളുടെ മുമ്പ് തന്നെ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങുക. അതേ സമയത്ത് ഇവളിങ്ങനെ മടിച്ച് അവളെ മനസ്സിലായി എന്നുള്ള കാര്യം അവൾക്കും മനസ്സിലായി. എന്നിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് അവൻ്റെ അടുത്ത് പറയും, നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേ കാലമായില്ലേ എന്ന് പറയും. ഈ സമയം അവനെ ചോദിക്കും, കുറേ കാലം, നിന്നെ ഞാൻ 2 ദിവസം മുമ്പ് എന്നെ കഫേയിൽ കണ്ടിരുന്നല്ലോ, ഇന്നലെയും കൂടി നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് അവൻ പറയും, ഇന്നലെ എൻ്റെ അനിയത്തിയാണ് പറഞ്ഞത് ഒരു മാസ്ക് ഇട്ട കുട്ടി നിന്നെ എങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകും. ഈ സമയം നമ്മുടെ ഇഫാന് വല്ലാണ്ട് അങ്ങനെ ചമ്മൂട്ട് അവൻ്റെ അടുത്ത് പോയി പറയും, അത് ഞാൻ മാസ്ക് ഇട്ടിരുന്നു, അപ്പം നീ എന്നെ മനസ്സിലാക്കിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങനെ തന്നെ നിന്ന്, ഞാൻ മാസ്ക് ഇട്ടോണ്ട് നീ എന്നെ മനസ്സിലാക്കില്ല എന്നാണ് വിചാരിച്ച്, നിന്റെ കണ്ണ് നല്ല ഷാർപ്പാണെന്ന് പറയും. ഈ സമയം അവൻ പറയും, എൻ്റെ കണ്ണ് ഷാർപ്പായിട്ടല്ല, നീ എന്നെ തന്നെ നോക്കി നിന്നിട്ടാന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചമ്മൽ മാറാൻ വേണ്ടി അവൻ്റെ അടുത്ത് പറയും, അത് പിന്നെ ഞാൻ നിന്നെ നോക്കിയതിനൊരു കാരണമുണ്ട്, നിന്റെ പാൻറ്റിന് സിബ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് അവിടെയുള്ള എൻ്റെ അടുത്തുള്ള എല്ലാ പെൺകുട്ടികളും അതിനെ പറഞ്ഞുകൊണ്ടിരുന്നു, അത് കണ്ടിട്ടാണ് ഞാൻ നിന്നെ നോക്കിയെന്നാണ് അവൾ കള്ളം പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ഒറ്റ ഓട്ടായി. ഇത് കേട്ട് നമ്മുടെ സാങ്ങിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, അവനൊരു ഞെട്ടിൽ അവിടെ നിന്നിട്ട് അവളുടെ ബാക്ക് പോകും. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കുന്ന കേട്ടോ. ഇതേ സമയത്ത് ഇഫാനും സാങ്ങും വല്ലാണ്ട് ഡിസ്റ്റർബ് ആയിട്ടിരിക്കുകയാണ്. ഇവളിങ്ങനെ ഒരു കള്ളം പറയും, എനിക്ക് കുറേ വർക്കുണ്ട്, വർക്കിലോടാണ് എന്നെ ഇങ്ങനെ ബോസ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് കുറേ വർക്ക് ചെയ്യാണ്ട് ഞാൻ എന്തായാലും പോവാന്ന്. എല്ലാവരും അവളോട് പറയുന്നുണ്ട്, ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാൻ കുറച്ചുകൂടി സമയം നിൽക്കുന്നു. അവൾ എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് അവളെങ്ങനെ വെയിറ്റ് ചെയ്യും ടാക്സിക്ക് വേണ്ടിയിട്ട്. ബട്ട് അവൾക്ക് ടാക്സി കിട്ടില്ല. അതേ സമയം അങ്ങോട്ട് സാങ് വന്നിട്ട് ഇവളെ വിളിക്കും. അപ്പോൾ അവളിങ്ങനെ തിരിഞ്ഞിങ്ങനെ ഞെട്ടലോടെ ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഹാനിൻ്റെ വണ്ടി എവിടെയാണ് പാർക്ക് ചെയ്തതെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കും. അതേസമയം ഇഫാൻ അവൻ്റെ കൂടെ പോയിട്ട് അവനെ കാണിച്ചെടുക്കുന്നുണ്ട് ഏത് സ്ഥലത്താണ് പാർക്ക് ചെയ്തെന്നുള്ളത്. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, എന്നെ കൂടി നീ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമെന്ന്. ആ സമയത്ത് സാങ് ആണെങ്കിൽ വലിയ ജാഡിട്ട് പറയും, നോക്കാന്ന് പറയും. ഇതേ സമയം അവൾ പറയും, നിനക്കെന്താ ബുദ്ധിമുട്ടാവെങ്കിൽ വേണ്ടാന്നാണ്. അവൾ അപ്പം തന്നെ പോകും. എന്നിട്ട് അവൾ പിന്നെയും ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അവളിങ്ങനെ നോക്കുമ്പോൾ ഇനിയും 58 മിനിറ്റിന് ഒരു ടാക്സി കിട്ടണമെങ്കിൽ. ഈ സമയത്ത് സാങ് അവളുടെ മുമ്പ് വന്നിട്ട് കാർ നിർത്തിയിട്ട് പറയും, ഞാൻ നോക്കാമെന്നല്ലേ പറഞ്ഞത്, അല്ലാണ്ട് നിന്നെ കൊണ്ടാക്കി തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവളോട് കാറിലേക്ക് കയറാൻ പറയും. ഇതോടെ നമ്മുടെ സെക്കൻഡ് എപ്പിസോഡിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിയാണ്. സെക്കൻഡ് പാർട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.